ചേട്ടാ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന എന്താ? പെട്ടെന്നൊരു വെപ്രാളം. ശരീരാകെ ഒന്ന് വേർത്ത പോലെ. എന്താ എന്താ ഉണ്ടായേ? നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. ചേട്ടാ അതെ, ആ അശോകൻ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ലൈസൻസ് പുതുക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി. കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പൊട്ടുന്ന പാറയേക്കാൾ കൂടുതൽ പണമാണ് കൈക്കുലായിട്ട് പോകുന്നത്. ഉണ്ടാക്കിയ ശേഷം നഷ്ടപ്പെട്ടു പോവും എന്നറിയുമ്പോഴൊരു വിഷമ. ആ പ്രതാപന് ഇതൊന്നും അറിയണ്ടല്ലോ. പ്രതാപനോ? ഓ, നിന്റെ മരുമോന്റെ പേര് പോലും നീ മറന്നു. മരുമോന്റെ പേരും അറിയാം, സ്വഭാവവും നന്നായിട്ടറിയാം. ഇപ്പൊ എന്താ കാര്യം? ആ പ്രഭമോളും പ്രതാപനും കൂടി എവിടെയോ പോകുന്ന വഴി ഇവിടെ ഒന്ന് കേറി. എന്നിട്ടെന്താ അവൾ എന്നെ കാണാതെ പോയേ? ഇവിടെ അടുത്തല്ലായിരുന്നു അമ്പലം. ഇവിടെ വരെ വന്നിട്ട് എന്നെ കാണാതെ പോകാൻ എന്റെ മുഖം എങ്ങനെ മനസ്സ് വന്നേ? കാലം പോകുന്തോറും അമ്മമാരൊക്കെ പാഴ്വസ്തുക്കളായി പോകും. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവര് എവിടെ പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കേറി. എന്തോ അത്യാവശ്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. അതിലൊന്നും എനിക്ക് തർക്കമോ എതിർപ്പോ ഒന്നും ഇല്ല സേനേട്ടാ. പക്ഷേ ഓരോരോ കാരണം പറഞ്ഞ് പ്രതാപന്റെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള വിസിറ്റ് ഉണ്ടല്ലോ, അതിന്റെ ലക്ഷ്യം എനിക്കറിയണം. എന്ത് ലക്ഷ്യം? അവനെന്തോ കുറച്ച് ബിസിനസ് പദ്ധതികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതേപറ്റി ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു. എന്ത് പദ്ധതിയാ സേനേട്ടാ? എല്ലാം വലിയ വലിയ ലക്ഷ്യങ്ങളാ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇടപാടാണത്രേ. എടി, നമ്മൾ കരുതും പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേര്. അവർക്കൊക്കെ വലിയ സ്വിസ് ബാങ്കുമായിട്ടാണ് ടൈപ്പ്. സ്വിസ് ബാങ്ക്? സേനേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവസാനം അവനവന്റെ ആധാരം കൊണ്ട് ഈ സഹകരണ ബാങ്കിൽ പണയം വെക്കേണ്ട അവസ്ഥ വരരുത്. ഇപ്പൊ ദൈവ ആവശ്യത്തിന് വാരിക്കോരി തന്നിട്ടുണ്ട്. ജീവിക്കാനും വീതം വെച്ചു കൊടുക്കാനും ദാനം ചെയ്യാനും ഒക്കെ. അതിന്റെ പുറത്തായി പ്രതാപന്റെ ഓരോരോ ഇടപാടുകള്. 3.5 ലക്ഷത്തിന്റെ ഒരു നെക്ലേസ് അവൻ വാങ്ങിയത് എതിലേ പോയെന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജലജനീതി ഇവിടെ തന്നെ ഒരു തവണ ഇതിനു മുമ്പ് പറഞ്ഞില്ലേ? അവനത് ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തതായിരിക്കും. മോളോട് പറഞ്ഞു ഏതോ സുഹൃത്തിന്റെ പെങ്ങടെ കല്യാണത്തിന് മേടിച്ചാന്ന്. അവിടുന്ന് ക്രെഡിറ്റിലെടുത്ത് പോലും. അതങ്ങ് വിശ്വസിച്ചൂടെ? ചിലപ്പോൾ അതായിരിക്കും സത്യം. ഓ, അല്ലെങ്കിലും നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കുഴപ്പമിതാ, പറയുന്ന കാര്യങ്ങളൊന്നും നേരെ ചൊവ്വേ കേൾക്കില്ല. നിങ്ങൾ എന്റെ മറുവശേ ചിന്തിക്കും. ചില കാര്യങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇടപെടാൻ. എടി, അവർ രണ്ടുപേരും ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനിടയിൽ കൂടുതലായി അവനെ സംശയിക്കുന്നതായി തോന്നിയാൽ അതിന്റെ കേടും കോട്ടം ആർക്കാ? നമ്മുടെ മോക്കല്ലേ? അവക്ക് കേടും കോട്ടവും വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. അല്ല, അവള് സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ ഞാൻ ശ്രമിക്കുള്ളൂ. എന്നാൽ ഈ പ്രതാപം പറയുന്ന പോലെ ഒന്നും കേട്ട് സേനേട്ടൻ തുള്ളണ്ട കേട്ടോ. ഒന്നാമത് സേനേട്ടന് ഇംഗ്ലീഷ് അറിയത്തില്ല. അവൻ എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചോണ്ട് വരുന്നതെന്ന് ആർക്കറിയാം? നീ എന്നെ പേടിപ്പിക്കാണോ? പടക്കത്തിന് പൊട്ടാനേ അറിയൂ. ഞെട്ടനോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കേൾക്കുന്നവരാ. നീ പറഞ്ഞതിന് എല്ലാത്തിനും ഞാൻ കൂട്ടുനിന്നു. ഒരു സ്ത്രീയോട് കാണിച്ച നെറുകേടനുൾപ്പെടെ.
ഞാനൊരു മോശം പെണ്ണല്ലടാ. ഒരാളെ മോഹിച്ചു പോയി, സത്യമാ. പക്ഷേ നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഡോക്ടറെ, ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്നവനായി ഞാൻ. ബൗൺസർ, ഇൻ സ്വിംഗർ, ഔട്ട് സ്വിംഗർ, ഗൂഗിളി, ചൈനാമാൻ. ഞാൻ പറയും, നീ അനുസരിക്കും. നീയോ? നീ തന്നെ. പഴയ ഡിവൈഎസ്പി നടരാജന്റെ മോള്. നർത്തകി, സുന്ദരി, കോപ്പ്, കൊടച്ചക്രം. ദേ, ഈ കോലം മുടിക്ക് ഞാൻ തീ കത്തിക്കും. കാണണോ? കുതിരപ്പന്തിയിൽ നീ നുഴഞ്ഞു കയറണം. ശങ്കരമംഗലത്തും. ഉള്ളിൽ ആയുധങ്ങൾ നിറച്ച ട്രോജൻ കുതിരയാണ് ഡോക്ടർ നീലിമ. ഞാൻ പറയുന്നത് നീലിമ അനുസരിക്കും. അല്ലാതെ അറിവ് കത്തിക്ക് തലനീട്ടി നിൽക്കരുത്. പക്ഷെ ഭാവിയിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഡോക്ടറെ അങ്ങ് കെട്ടും. ആർക്കാ ഈ സൗന്ദര്യം വേണ്ടാന്ന് തോന്നുക? അത് വേണ്ട. ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. എന്റെ മനസ്സും എന്റെ ശരീരവും ഡോക്ടർ വിപിന് വേണ്ടി മാത്രമുള്ളതാ. അവൻ വേറെ കെട്ടിയിട്ടും ഒരിക്കലും സ്വന്തമാക്കാനാവില്ല എന്നറിഞ്ഞിട്ടും പിന്തുടരുന്നതാണ് യഥാർത്ഥ പ്രണയം. സ്വന്തം വീട്ടിലെ അടുക്കളയിൽ കേറിയിട്ടേ ഇല്ലല്ലേ? ഒറ്റ പുത്രിയായിട്ട് മടി പിടിച്ചിരുന്ന് കാണും. അങ്ങനെയൊന്നും പറഞ്ഞെന്നെ ഡീഗ്രേഡ് ചെയ്യല്ലേ അമ്മേ. ഓ, അമ്മ ചിരിക്കണ്ട. മിനിഞ്ഞാന്ന് ഞാൻ ഉണ്ടാക്കിയ കടലക്കറി എങ്ങനെ ഉണ്ടായിരുന്നു? കടലക്കറിയോ? എന്റെ പൊന്നു മോളെ, അതൊരു കടലാക്രമണം അല്ലായിരുന്നോ? അല്ല, നൃത്തം പഠിക്കാൻ വീണ്ടും പോകുന്ന കാര്യം പ്രതാപനോട് ചോദിച്ചോ? ഇല്ല, എനിക്ക് പേടിയാ. അമ്മയൊന്ന് ചോദിച്ചു നോക്കുവോ? ശങ്കരമംഗലത്തെ അനുനന്ദയോടുള്ള വാശിക്ക് പഠിക്കാൻ പോയതാ. അവളെ എനിക്ക് ഒരു തവണയെങ്കിലും തോൽപ്പിക്കണം. അതെ, ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല പഠിക്കേണ്ടത്, സ്വന്തം ജീവിതത്തിൽ ജയിക്കാന്. ആട്ടെ, എന്നിട്ട് നിന്റെ ഒരു ചുവട് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കാണിക്കാൻ എനിക്ക് അവസരം തന്നിട്ടില്ലല്ലോ. കാണണോ? കാണണം. എന്നെ ഒന്ന് കാണിക്കും. നന്നായിട്ടുണ്ട്. സൂപ്പർ. ഇനി അടുക്കളേന്ന് അരങ്ങിലേക്ക്. ഓ, ആയിക്കോട്ടെ. ആ, തൽക്കാലം എന്റെ മോള ഫോൺ ഒന്നെടുക്ക്. അമ്മയാ? ആ, അമ്മേ, എന്തുണ്ട്? നിന്റെ അടുത്ത് ആരുണ്ട്? എന്റെ അടുത്ത് ഇപ്പൊ എന്റെ അമ്മായിമ്മയുണ്ട്. എന്താ അമ്മേ? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിക്കുകയായിരുന്നു.
എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? അമ്മയും മോളും തമ്മിലൊരു സ്വകാര്യം. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവില്ല എന്ന് പറയുന്നത് ഇതാ. ദേ അമ്മായിയമ്മ പോരുകാരിയാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ആ ഒന്ന് പോവാമേ. ഇവിടുത്തെ അമ്മയ്ക്ക് ഒരു കുത്തു കൊടുക്കണം. അമ്മ പറയൂ. പ്രതാപൻ എവിടെ? ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോയതാ. ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ഊണെടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്തെ ഊണ് കഴിച്ച് ശീലമായവർക്ക് വീട്ടിലെ ഭക്ഷണം അങ്ങനെ അങ്ങ് പിടിക്കുവോ? അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ പ്രശ്നം? കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ നേരിട്ട് പറയാം. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ വരേണ്ടത് അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ മാത്ര. അതിന് പകരം പുറത്തുനിന്നൊരു നിഴല് പോലും വന്നാൽ തീർന്നു. അത് ഓർത്തോണം. അമ്മേ എന്താ പ്രശ്നം എന്ന് പറയൂ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? കാര്യം തെളിച്ചു പറ. ഇതൊക്കെ എന്റെ ചില തോന്നലുകൾ, അത്രയേ ഉള്ളൂ. മോളെ, പ്രതാപന്റെ ഫോൺ സംസാരങ്ങളിലും യാത്രകളിലും ഒക്കെ നിന്റെ ഒരു ശ്രദ്ധ വേണം. ഭർത്താവിനെ വരുതിക്ക് നിർത്താൻ സംശയ കണ്ണോടെ നോക്കണം കാണണം എന്നൊന്നും പറയുന്ന ഒരു പരമ്പരാഗത അമ്മയൊന്നും അല്ല ഞാൻ. എന്നാലും എന്റെ മകളുടെ ജീവിതം എന്റെ ജാഗ്രതയാ. അതുകൊണ്ട് പറയാ മോളെ, മനസ്സിൽ മുള്ളു തറച്ചിട്ട് നോവുന്നതിലും നല്ലത് മുള്ളു തറയ്ക്കാതെ നോക്കുന്നതാ. അമ്മയ്ക്ക് ആരെയാ സംശയം? വേറെ ഏതെങ്കിലും പെണ്ണ് അങ്ങനെ എന്തെങ്കിലും? അത് ഞാൻ കണ്ടുപിടിച്ചോളാം. തൽക്കാലം നീ പത്മത്തിന് ഫോൺ കൊടുത്തേ, ഞങ്ങളൊന്ന് കുശലം പറയട്ടെ. ശരി. അമ്മായിയമ്മേ, ദാ എന്റെ അമ്മ. അയ്യടാ അമ്മായിയമ്മ പോലും. ആ ജലജെ പറ. പത്മ, ഞാൻ പറയുന്നത് തൽക്കാലം മോൾ അറിയണ്ട. മോളെ നീ ആ മീനൊന്ന് നോക്കി. എന്താ ജലജെ? ഞാൻ നോക്കിക്കോളാം ജലജെ, വിഷമിക്കണ്ട. ശരി ശരി ശരി, ഞാൻ വിളിക്കാം. ദേ ഒന്നും അറിയാതെ ചെടിയും നനച്ചിങ്ങനെ നടന്നു. പിന്നെ എന്തു വേണം? നിന്നെ പോലെ അടുക്കള കയറി ചവച്ച് നടക്കണം. എന്ത് പറഞ്ഞാലും മറ്റുള്ളവരെ പരിഹസിക്കാൻ അറിയാം. ദേ പത്മം, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പണ്ടും എനിക്ക് നിന്റെ ഈ സ്വഭാവം ഇഷ്ടമല്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയണം. മനസ്സിലായോ? ജലജ ഇപ്പൊ വിളിച്ചിരുന്നു. എന്തു പറ്റി? അവര് പറഞ്ഞത് അത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മളൊന്ന് ഇടപെട്ട് പിന്തുടരുകയും പരിഹരിക്കേണ്ടതുമായ ഒരു കാര്യം. ആദ്യം നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ, എന്നിട്ടല്ലേ പരിഹാരം. പ്രതാപന്റെ ഇപ്പോഴത്തെ പോക്ക് അത്ര ശരിയല്ല. ഇത്രയുള്ളോ കാര്യം? എടി, അവന്റെ പോക്കും വരവും ശരിയല്ല എന്ന് അവൻ പിച്ച വെച്ച് നടന്ന കാലം മുതലേ എനിക്കറിവുള്ളതാ. പണ്ടത്തെ പോലെ അല്ല. പണ്ടവൻ ഒറ്റത്തടിയായിരുന്നു. ഇപ്പൊ അവനെ വിശ്വസിച്ച്
ഒറ്റ നിമിഷത്തിൽ അവനെ കണ്ടിട്ട് തല താഴ്ത്തി താലി ചേർത്താൻ നിന്നുകൊടുത്ത ഒരു പെൺകുട്ടിയുണ്ട്. എന്താ പുതിയ പ്രശ്നം? അവന് വേറെന്തോ ഒരു അഫയർ ഉണ്ടെന്ന്. ഒന്നോ? ഞാനൊരു പെണ്ണാ. ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ എനിക്ക് കുലുങ്ങിച്ചിരിക്കാൻ പറ്റത്തില്ല. ഗർഭത്തിൽ വെച്ച് കരിച്ചു കളയേണ്ടതായിരുന്നു അവനെ. ജന്മം കൊടുത്തതും മടിയിലിരുത്തി ചോറൂണ് നടത്തിയതും പിന്നെ ഗുരുവായൂരിൽ തുലാഭാരം നടത്തിയതുമെല്ലാം എല്ലാം എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റൂ അവനെ? അവൻ ഇങ്ങനെ ആയതിന് പിന്നിൽ നിങ്ങൾക്കൊരു പങ്കില്ലേ? അവനോട് ദയയോടെ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? സ്നേഹത്തോടെ മോനെ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഓ, പറഞ്ഞു വരുമ്പോ ഞാൻ കഥയിൽ ചാക്കോ മാഷ്, നീ പൊന്നമ്മച്ചി. ഇനി അവനെ ഉപദേശിച്ചും ലാളിച്ചും നേരെയാക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? എന്തായാലും എനിക്കതിന് കഴിയില്ല. ഒരു പെണ്ണിന്റെ കണ്ണീര് ഭൂമിക്ക് ഉപ്പാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മാറാനോ ലാളിക്കാനോ ഇനി പറ്റില്ല. കാരണം ഞാനൊരു ജസ്റ്റിസാ. എന്റെ മുന്നിൽ പ്രതിക്കൂട്ടിൽ കണ്ണീരോടെ കൈകൂപ്പി നിൽക്കുന്ന അതേ കണ്ണിൽ നോക്കി നിർദാക്ഷിണ്യം വിധി പറഞ്ഞിട്ടുള്ള ജസ്റ്റിസ്. വിധി അത് മാത്രമാണ് എന്റെ ശരി. അവന്റെ വിധി അവൻ തീരുമാനിക്കട്ടെ. തന്തക്കാരനായി ജനിച്ച ജന്തു. അത് ഞാൻ പറയുന്ന പോലെ. ഞാനിപ്പോ വിളിക്കാവേ, നല്ലൊരു എന്റർടൈൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അമ്മ മഴക്കാറിന് പാതിമേ മറഞ്ഞതെന്തേ? ഇതെന്താ പൊടിയൊക്കെ? അമ്മ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പൊ വരുമെന്ന്. ഞാൻ വന്നല്ലോ. ഡയമണ്ട് നെക്ലേസ്. ഡയമണ്ട് നെക്ലേസ്. ഡയമണ്ട് നെക്ലേസോ? എന്താ കാര്യം? അതമ്മേ, ഞാൻ ആ പഴയ സിനിമയില്ലേ ഡയമണ്ട് നെക്ലേസ്, നമ്മുടെ ഫാസ്റ്റ് ഫാസ്റ്റിൽ അഭിനയിച്ച ലാൽ ജോസ് സംവിധാനം ചെയ്ത സിനിമയില്ലേ, അത് പറഞ്ഞതാ.
ആളിയാ ശ്ശോ, ഇവന്റെ ഒരു കാര്യം. നമ്മുടെ അച്ഛന്റെ പ്രോപ്പർട്ടി നിൽക്കുന്ന 10-12 ആഞ്ഞലില്ലേ? ആ 12 എണ്ണം. അത് മൊത്തം വെട്ടിക്കോ. ആ പിന്നെ പൈസ അത് എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവണം. അയ്യോ അയ്യോ